ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ യൂട്യൂബിൻ്റെ ത്രഷോൾഡ് എന്ന് പറയുന്നത് $100 എല്ലാമാണ്. അതായത് നമ്മുടെ ഫസ്റ്റ് വരുമാനമെല്ലാം വരുന്നതിന് നമുക്ക് യൂട്യൂബിൽ ആദ്യം $100 തികഞ്ഞിരിക്കണം. യൂട്യൂബിൽ നിന്നും $100 തികഞ്ഞതിന് ശേഷം ആഡ്സെൻസിലേക്ക് ഇത് റിഫ്ലക്റ്റ് ആയതിനു ശേഷമാണ് നമുക്ക് ഇത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക. എന്നാൽ ഇത്തരത്തിൽ നമുക്ക് വരുന്ന ഈ ഒരു ത്രഷോൾഡ്, ഇതിൽ നമുക്ക് ചേഞ്ചസ് എല്ലാം വരുത്താൻ സാധിക്കും. അതായത് പലർക്കും ഇങ്ങനെ പേയ്മെൻറ്റ് ഹോൾഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ത്രഷോൾഡിൽ മാറ്റം വരുത്തണമെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ പേയ്മെൻറ്റ് ത്രഷോൾഡിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ആഡ്സെൻസ് ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങളുടെ ഗൂഗിൾ ആഡ്സെൻസ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് സൈൻ ഇൻ ചെയ്യുക. നിങ്ങളുടെ ആഡ്സെൻസ് ID പാസ്വേഡ് എല്ലാം വെച്ച് സൈൻ ഇൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സ്ക്രീനാണ് ലഭിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിലായി പേയ്മെൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴേക്ക് പേയ്മെൻറ്റ് ഇൻഫോ എന്നൊരു ടാബ് വരുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ മാനേജ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഈ ഒരു ഓപ്ഷനിലാണ് നമ്മൾ ത്രഷോൾഡ് എല്ലാം ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി പോകേണ്ടത്. അതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കിവിടെ പേയ്മെൻറ്റ് സ്കെഡ്യൂൾ എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ, ദി പേയ്മെൻറ്റ് സ്കെഡ്യൂൾ കനോട്ട് ബി ചേഞ്ച്ഡ് ബട്ട് യു ക്യാൻ അപ്ലൈ സെൽഫ് ഹോൾഡ് ടു പ്രിവെൻറ്റ് പേ ഔട്ട് എന്നാണ്. അതായത് നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് ഇത് സ്കെഡ്യൂൾ ചെയ്ത് വയ്ക്കാൻ സാധിക്കില്ല, എന്നാൽ നമുക്ക് ഒരു ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തരുന്നുണ്ട്. എപ്രകാരമാണ് ഇത് ഹോൾഡ് ചെയ്യുക എന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ നോർമൽ അല്ലെങ്കിൽ ഡിഫോൾട്ടായി നമുക്ക് വന്നിരിക്കുന്ന പേയ്മെൻറ്റ് ത്രഷോൾഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് $100 തികയുമ്പോൾ നമുക്ക് ആദ്യത്തെ പേയ്മെൻ്റ് എല്ലാം വരും. അപ്പോൾ ഈ $100 എന്നത് നമുക്കിവിടെ ചേഞ്ച് വരുത്താൻ സാധിക്കും. ഇതിനായി ഇവിടെ ഈ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു ത്രഷോൾഡ്, ഇതിൽ നമുക്ക് മാറ്റമെല്ലാം വരുത്താം. അതായത് ഈ ത്രഷോൾഡ് നമുക്ക് ലാർജർ എമൗണ്ട് എല്ലാം കൊടുത്ത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് $400 എന്നെല്ലാമാണ് കൊടുക്കുന്നതെങ്കിൽ ഇപ്രകാരം നമുക്ക് $400 എന്നെല്ലാം കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിലേക്ക് $400 എല്ലാം ആയതിനു ശേഷമാണ് ഇത് നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കുക. ഇപ്രകാരം നിങ്ങൾക്ക് ലാർജർ എമൗണ്ട് എല്ലാം നൽകി നിങ്ങളുടെ ത്രഷോൾഡിൽ മാറ്റമെല്ലാം വരുത്താൻ സാധിക്കും. അപ്പോൾ ഇതിന് ശേഷം ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു $400 എന്നത് ഇവിടെ റിഫ്ലക്റ്റ് ആവുക. എന്നാൽ ഇപ്രകാരം നമ്മൾ ഈ ചേഞ്ചസ് എല്ലാം വരുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ചേഞ്ചസ് എല്ലാം വരുത്തണം. പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചേഞ്ചസ് വരുത്തിയാലും അത് നമുക്ക് റിഫ്ലക്റ്റ് ആകില്ല, അല്ലെങ്കിൽ നമുക്കത് ഉറപ്പിക്കാൻ സാധിക്കില്ല. അതിനാൽ തന്നെ നിങ്ങളുടെ പേയ്മെൻറ്റ് ത്രഷോൾഡ് എല്ലാം നിങ്ങൾ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇവിടെ ഈ ഒരു പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട ഡോളർ എല്ലാം നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സേവ് എന്ന് കൊടുക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്